പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഡോക്ടർ കെസ്യയോട് പറഞ്ഞു, ഈ കുട്ടി നടക്കാനുള്ള സാധ്യത കുറവാണെന്ന് പറഞ്ഞു. അതാണ്. പക്ഷേ പിറ്റേ ദിവസം ദിവ്യകാരുണ്യനാഥനെ നിത്യാരാധനയിൽ കെസ്യ കാണുന്നൊരു കാഴ്ചയുണ്ട്. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞതിൻ്റെ സങ്കടം അവളുടെ മനസ്സിലുണ്ട് ഭയങ്കരമായിട്ട്. അപ്പോൾ ദിവ്യകാരുണ്യനാഥനെ കാണുമ്പോൾ കെസ്യ പറയും, ഞാൻ ഉടമ്പടിയുടെ കാര്യം അമ്മ നിന്നോട് പറഞ്ഞിട്ടില്ല എന്ന് ചോദിക്കും. ആ ഒരു ഡയലോഗിൻ്റെ പോക്ക്, കമ്മ്യൂണിക്കേഷൻ്റെ പോക്ക് കണ്ട, ഇതിൻ്റെ സ്നേഹത്തിൻ്റെ ലെവൽ കണ്ട. ഈശോനെ ദിവ്യകാരുണ്യനാഥനെ കണ്ടപ്പോൾ കെസ്യ ചോദിക്കണത് എന്താണ്? ഞാൻ അമ്മയെടുത്ത് ഉടമ്പടി എടുത്തായിരുന്നു, ആ കാര്യം അമ്മ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കും. എന്താ കാര്യം? പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നല്ല, അവളുടെ കുഞ്ഞിന് മാറ്റമൊന്നുമില്ല. അപ്പം അമ്മ പറഞ്ഞിട്ടില്ല എന്നാണ് ഇവിടെ പറയണത്. എന്നിട്ട് പിന്നീട് ഇവിടെ കണ്ണു നിറഞ്ഞുകൊണ്ട് ഈശോയോട് ചോദിക്കും, ഈശോ എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉടമ്പടിയെ നീ ഓർക്കുന്നുണ്ടോ? എന്തുമാത്രം ആൾക്കാർ ഉടമ്പടി എടുക്കണേ, ലക്ഷക്കണക്കിന് ആൾക്കാരല്ലേ ഉടമ്പടി എടുത്തിരിക്കണേ, എൻ്റെ ഉടമ്പടിയെ നീ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. ഓരോ പ്രാർത്ഥനയുടെ രീതി കണ്ട. പുറത്തിറങ്ങുമ്പോൾ ഒരു മഴവില്ലിങ്ങനെ ഇവിടെ മുമ്പിൽ നിന്ന് വീശിയിട്ടിങ്ങനെ ആകാശം മുഴുവൻ നിറഞ്ഞ് കിടക്കും. മഴവില്ലെന്താണ്? ഉടമ്പടി ഉറപ്പിക്കുന്നതിൻ്റെ ബൈബിൾ സൂചനയാണ് മഴവില്ല്. എന്താണ്? ഞാനത് ഓർക്കുന്നുണ്ടെന്ന്. അപ്പം കൊച്ച് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങും. മഴവില്ല മഴവില്ല ഉൽപ്പത്തിയുടെ പുസ്തകം 9-ാം അധ്യായം 16-ാമത്തെ വാക്യം. 9:16. മേഘങ്ങളിൽ മഴവില്ല് തെളിയുമ്പോൾ ഭൂമുഖത്തുള്ള എല്ലാ ജീവജാലങ്ങളുമായി ചെയ്ത എന്നേക്കുമുള്ള ഉടമ്പടി ഞാൻ ഓർക്കും. നിങ്ങൾ ഈ സാക്ഷ്യങ്ങളെ വീട്ടിൽ പോയി കേൾക്കണം കേട്ടോ. കെസ്യ കണ്ടമാലി, അതായത് ഇവൾ പറയുന്ന രീതികൾ എന്താണ്? അവസാനം ചോദിക്കുന്നതാണ്. എന്താണ്? എത്രയോ മനുഷ്യർ ഉടമ്പടി എടുക്കുന്നതാണ്. കെസ്യയുടെ ഉടമ്പടി നീ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ, അത് ദിവ്യകാരുണ്യ നാഥനോട് ചോദിക്കണമെങ്കിൽ എന്തുമാത്രം സ്നേഹമുണ്ടാകണം, ഈശോയോട് എന്ത് ബന്ധമുണ്ടാകണം. അങ്ങനെ ആ ബന്ധത്തിൽ ചോദിക്കുമ്പോഴാണ്, പുറത്തോട്ടിറങ്ങുമ്പോഴാണ് മഴവില്ല് ഒരറ്റം തൊട്ട് മേഘത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. മഴവില്ല് എന്താ പറയുന്നത്? എന്താണ്? ബൈബിളിൽ ഉടമ്പടി സ്ഥാപിക്കുന്നതിൻ്റെതാണ്, ഉടമ്പടി ഓർക്കുന്നതിൻ്റെതാണ്. ആ ഓർക്കുന്ന ചോദ്യത്തിന് ദൈവം ആ വാക്കിൽ തന്നെ ഉൽപ്പത്തി 9:16 അനുസരിച്ച് കൊണ്ട് ഈ മഴവില്ലും മേഘങ്ങളിൽ കാണുമ്പോൾ നീ മനസ്സിലാക്കണം, ഞാൻ നിനക്കും എനിക്കും തമ്മിൽ സ്ഥാപിച്ച ഉടമ്പടി
ഞാൻ ഓർക്കുമെന്ന്. ആ ഓർമ്മയെന്ന് പറഞ്ഞാൽ എന്താണ്? കൊഞ്ച് എഴുന്നേറ്റ് നടക്കണതാണ്. ഇത് കഥ മാത്രമല്ലല്ലോ, കൊച്ചെഴുന്നേറ്റ് നടക്കുന്നുണ്ടല്ലോ. അത് നിൽക്കത്തില്ലെന്ന് പറഞ്ഞ കൊച്ച് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി അന്ന് മുതൽ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മിഴികൾ നിറയുമ്പോൾ അമ്മ മഴവില്ലായി തെളിയും. മൊഴികൾ നിറയുമ്പോൾ എന്നോട് സ്വരമായി തീർന്നിടും. മിഴികൾ നിറയുമ്പോൾ അമ്മ മഴവില്ലായി തെളിയും. മൊഴികൾ നിറയുമ്പോൾ എന്നോട് സ്വരമായി തീർന്നിടും. ദുഃഖമകന്നിടുവാനമ്മേ പ്രാർത്ഥിച്ചിടണമേ. പാപമകന്നിടുവാനമ്മേ യാചിച്ചിടണമേ. ദുഃഖമകന്നിടുവാനമ്മേ പ്രാർത്ഥിച്ചിടണമേ. പാപമകന്നിടുവാനമ്മേ യാചിച്ചിടണമേ. അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ. അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ. അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ. അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. അമ്മേ, എൻ്റെ അമ്മേ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ സ്വന്തം അമ്മ നീ. Praise the Lord. Praise the Lord. അപ്പോൾ ഈ ഒരു വൈബിലേക്കാണ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ലെവലിൽ എത്തേണ്ടത്. കസ്യായുടെ ദൈവസ്നേഹത്തിലാണ് വിഷയം വന്നത്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, കൃപാസ്നേഹത്തിൻ്റെ വാതിക്കലെത്തുമ്പോൾ നിങ്ങളുടെ പഠനം, നിങ്ങളുടെ ഡിഗ്രി, നിങ്ങളുടെ തറവാട്ട് മഹിമ, നിങ്ങളുടെ സ്റ്റാറ്റസ് തൽക്കാലം നിങ്ങൾ വിസ്മരിക്കണം. വിസ്മരിക്കണമെന്ന് പറയാൻ കാരണം, ഇത് നമ്മുടെ മനസ്സിലുള്ളിടത്തോളം കാലം നമുക്ക് ഇതുപോലെ ദൈവവുമായിട്ട് പ്രാർത്ഥനയിൽ കമ്മ്യൂണിക്കബിൾ ആകുന്നതിന് കുറേ തടസ്സങ്ങൾ വരും. ഉടമ്പടി എപ്പോഴും അങ്ങനെ വരുടെ. അതുകൊണ്ടാണ് അവിടെ അവരുടെ വിനീത അവസ്ഥ തൃക്കൺ പാർത്തെന്ന് പറയാൻ കാരണം ഇതാണ്. അതായത് വിനീത അവസ്ഥ തൃക്കൺ പാർത്തെന്ന് പറയാൻ കാരണം, ഇപ്പം മാതാവിനെ കുറിച്ച് ഇപ്പോൾ 1:49 പറഞ്ഞില്ലേ, വിനീത അവസ്ഥ തൃക്കൺ പാർത്തു എന്ന് പറയാൻ കാരണം, നമ്മളുടെ സ്റ്റാറ്റസ് ചില സമയത്ത് നമുക്ക് ഡേഞ്ചറസ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ റിലേഷൻസ്, ഇപ്പോൾ ദൈവത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ആൾക്കാരില്ലേ, അവർക്ക് കസ്യയെ പോലെ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. കാരണം അവർ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ്. ബുദ്ധി കൊണ്ട് പ്രാർത്ഥിച്ചാൽ ഉണ്ടാകുന്ന പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രാർത്ഥന വിശ്വാസത്തെക്കാൾ ഉപരി പ്രാർത്ഥനയുടെ ഇന്ധനം ദൈവസ്നേഹമാണ്. ദൈവസ്നേഹമെന്ന് പറയുമ്പോൾ അതിന് എന്തും പറയാനും എന്തും ചോദിക്കാനും എന്തും ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം അതിൻ്റെ ചേരുവകയുടെ ഭാഗമാണ്. അതുകൊണ്ടാണ് 10 ദിവസം എന്തും ചെയ്ത് കളയണത്. അങ്ങാണെങ്കിൽ പിന്നെ എന്താ, ഞാനും അങ്ങോട്ട് വരട്ടെ എന്ന് പറയും. അത്രയും സ്വാതന്ത്ര്യം യോഹന്നാന് ഇല്ല. അത്രയും സ്വാതന്ത്ര്യം ആ വള്ളത്തിലുള്ള ആർക്കും ഇല്ല. ദൈവത്തിൻ്റെ അടുത്ത് ഇത്രയും വലിയ സ്വാതന്ത്ര്യം കാണിക്കണത് അത്രയും വലിയ സ്നേഹത്തിൻ്റെ തോതിലാണ്. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, കർത്താവായ ദൈവമേ, സെന്റ് പീറ്ററിനെ പോലെ
സെന്റ് പീറ്ററിനെ പോലെ, വിശുദ്ധ പത്രോസിനെ പോലെ പോലെ ദൈവസ്നേഹത്തിന്റെ തോത് വർദ്ധിപ്പിച്ചുകൊണ്ട് സ്വർഗീയ സ്വാതന്ത്ര്യത്തിന്റെ സുവിശേഷ രൂപമായി എന്നെ അഭിഷേകം ചെയ്യണം. ഹല്ലേലൂയ, 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 യേശുവേ, ഹല്ലേലൂയ, 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 ആരാധന, ആരാധന, യേശുവേ, ആരാധന, 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 യേശുവേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതായത് എപ്പോഴും ഈ കമ്മ്യൂണിക്കേഷൻ ലെവലിലേക്ക് നമ്മൾ കീപ്പ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ദൈവമായിട്ടുള്ള സ്നേഹത്തിൻ്റെ ലെവല് കീപ്പ് ചെയ്യാൻ വേണ്ടി അതിപ്പോൾ നമ്മൾ അതിനുള്ള ഏറ്റവും വലിയ മാർഗം എന്ന് പറയുന്നത് സാക്ഷ്യം കേൾക്കുന്നത് തന്നെയാണ്. ഇപ്പോൾ ഒരു ദിവസം നമ്മൾ 25 സാക്ഷ്യം അപ്പ് ചെയ്യുന്നുണ്ട്. ഇൻഡിവിജ്വലായിട്ട് 10 സാക്ഷ്യം, കളക്റ്റീവായിട്ട് 15 സാക്ഷ്യം, അങ്ങനെയാണ് 25 സാക്ഷ്യം ഒരു ദിവസം അപ്പ് ചെയ്യാണ്. ഓരോ സാക്ഷ്യവും ഓരോ ബൈബിളാണ്. ബൈബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെന്ത ബൈബിൾ എന്ന് പറയുന്നത് ബൈബിൾ അരിയാണെങ്കിൽ ബൈബിൾ ജീവിച്ച് അനുഭവത്തിലേക്ക് സാക്ഷ്യം മാറുമ്പോൾ ചോറായിട്ട് മാറും. എന്നുവെച്ചാൽ മറ്റുള്ളവർക്കും കൂടി അത് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല. സാക്ഷ്യത്തിൻ്റെ ഗുണവതാണ്. സാക്ഷ്യം ചോറാണ്. ബൈബിൾ അരിയാണ്, സാക്ഷ്യം ചോറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കാര്യം? ബൈബിൾ ആട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതാണ്, അപ്ലൈഡ് ചെയ്തിരിക്കുന്നതാണ്. ആ ബൈബിൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അപ്ലൈ ചെയ്യുന്ന വ്യക്തിയുടെ വിശ്വാസം, അപ്ലൈ ചെയ്യുന്ന വ്യക്തിയുടെ സ്നേഹം, അപ്ലൈ ചെയ്യുന്ന വ്യക്തിയുടെ പ്രത്യാശ, അതിനകത്ത് അവരുടെ ലെവലിലെ പ്രത്യാശ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യും. ഇതിലാണ് ഈ പാചകം ചെയ്ത് കഴിയുമ്പോഴാണ് അവർക്കൊരു സാക്ഷ്യാനുഭവം, ദൈവത്തെ അവർക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. ദൈവത്തെ അനുഭവിക്കാനെങ്കിൽ എപ്പോഴും നമുക്ക് ഒരു ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഉടമ്പടി അഡ്രസ്സ് ചെയ്യണത് ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ജീവിതത്തിൽ ദൈവത്തെ അനുഭവിക്കുന്ന രീതികളാണ്. ഉടമ്പടി നമ്മൾ അഡ്രസ്സ് ചെയ്യണത് ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള ജീവിതത്തിൽ ദൈവത്തെ അനുഭവിക്കുന്ന രീതികളാണ്. അത് ഭയങ്കര തീക്ഷ്ണമായിരിക്കും. എന്താ കാര്യം വെച്ചാൽ വേണേ ഒരു പായൊക്കെ എടുത്തുകൊണ്ട് വെറുതെ യോഗ ഇരിക്കണ പോലെ ഇരുന്ന് നമുക്ക് ഏതെങ്കിലും വചനമൊക്കെ ധ്യാനിച്ചും അത് പിന്നെയും പറഞ്ഞുമൊക്കെ ഒരു ബൗദ്ധികമായിട്ടുള്ള ആശയപരമായ അനുഭവങ്ങൾ ഉണ്ടാക്കാം. പക്ഷെ ഇറങ്ങി പ്രവർത്തിക്കാൻ പറ്റത്തില്ല. ഈ ലോകത്ത് ഇറങ്ങി പ്രവർത്തിച്ചിരിക്കുന്നവർ, കർത്താവിന് വേണ്ടി ഇറങ്ങി പ്രവർത്തിച്ചിരിക്കുന്ന എല്ലാവരും, അതാണ് നമ്മൾ ക്ലാസ് റൂമിൽ ഇന്ന് സഭ, ഈ പ്രബുദ്ധ സഭയുടെ ഒരു കുഴപ്പം, ഇത് മിക്കവാറും ക്ലാസ് റൂമിൽ കെട്ടിക്കിടക്കുന്ന ദുഷ്ട വെള്ളം പോലെയാണ്. അത് കറക്റ്റായിട്ട് കൈകാര്യം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റയർ ലോകത്തിന് അതുകൊണ്ട് പ്രായോഗികമായിട്ടുള്ള പ്രയോജനം ഉണ്ടാകത്തില്ല. എന്നുവെച്ചാൽ യേശുവിനെ അറിയിക്കുക, ലോകത്തിൽ യേശുവിനെ കൈമാറുക, മറ്റുള്ളവരുടെ മുമ്പിൽ യേശുവിൻ്റെ സാക്ഷിയായി ജീവിക്കുക. ചിലപ്പോൾ 5-6 പേരുടെ മുമ്പിലൊക്കെ സാക്ഷിയായിട്ട് ജീവിക്കാം. അങ്ങനെയല്ല. ഉടമ്പടിയിലൊരു സാക്ഷ്യം പറയുമ്പോൾ അതൊരു 50,000 പേര് കണ്ടാൽ നീ 50,000 പേരുടെ മുമ്പിൽ കർത്താവിൻ്റെ സാക്ഷിയാണ്. 50,000 പേര്. അപ്പം നിങ്ങളെന്താ പറയേണ്ടത്? കർത്താവേ, ഈ വർഷം 2024 ഒരു 10 ലക്ഷം പേരുടെ മുമ്പിൽ നീ എന്നെ സാക്ഷിയാക്കണമേ. നീ ഉടമ്പടി എടുക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ 10 ലക്ഷം പേരുടെ മുമ്പിൽ 2024 എന്നെ സാക്ഷിയാക്കണമേ. ഒന്ന് പ്രാർത്ഥിച്ച്. കർത്താവേ 10 ലക്ഷം ഈ വർഷം 10 ലക്ഷം പേരുടെ മുമ്പില് നിന്റെ പീഡാനുഭവത്തിന്റെ കുരിശുമരണത്തിന്റെ
പുനരുത്ഥാനത്തിന്റെ സാക്ഷിയാകാനുള്ള അനുഭവങ്ങളിലൂടെ എന്നെ നടത്തണമേ. ശ്രദ്ധിക്കട്ടെ. സാക്ഷികളായി പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരത്തെ ഞാനൊരു സാക്ഷ്യം പറഞ്ഞില്ലേ? എന്താ പറഞ്ഞത്? ഒരു മോളയുടെ മാതാവ് പറഞ്ഞു, എന്താ പറഞ്ഞത്? അവൾ ഉടമ്പടി ചെയ്തപ്പോൾ തന്നെ അവരുടെ പുറമ്പോക്ക് ഭൂമി നിയമവിരുദ്ധമായ വിധേയമായി. അത് 2 ദിവസത്തിനുള്ളിൽ സംഭവിച്ചതാണ്. അത് കഴിഞ്ഞപ്പോൾ മാതാവ് എന്താ പറഞ്ഞത്? ഞാനൊക്കെ കൊടുത്ത് ലോൺ എടുത്തിട്ട് കടങ്ങൾ പരിഹരിക്കാൻ പറഞ്ഞു. കടങ്ങൾ പരിഹരിച്ച് കഴിഞ്ഞപ്പോൾ കമ്മ്യൂണിക്കേഷൻ അല്ലേ നമ്മുടെ സബ്ജക്റ്റ്? എന്താണ്? കവനൻ്റ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഉടമ്പടിയും അതായത് വിനിമയവും. അപ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞപ്പോൾ ഇവളോട് പറഞ്ഞ് 15 രൂപ അടച്ച്. അപ്പോൾ പറഞ്ഞാൽ എന്താണ്? നീ പോയി തിരിച്ച് വാങ്ങിക്കുക പട്ടയം മേടിക്കാൻ വേണ്ടി പറഞ്ഞ പോലെ ഓടി. അവളുടെ പേര് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതായത് പുഷ്പ, കാസർഗോഡ്. ഈ ആഴ്ച സാക്ഷിയാണ്. അപ്പോഴേ എന്നെ സംഭവിച്ചു, ഞാൻ അവളവിടെ ചെന്നപ്പോഴാണ് മാനേജറോട് പട്ടയം ചോദിച്ചപ്പോൾ മാനേജർ പറഞ്ഞ് പട്ടയം തരാം, പൈസ അല്ല, ലോൺ എടുത്ത പൈസ മൊത്തം അടക്കുക. അപ്പോഴാണ് ഇവിടെ ചമ്മിപ്പോയത്. മാതാവ് എന്നെ ചമ്മിച്ചാന്ന് ചോദിച്ചു. അതാ കമ്മ്യൂണിക്കേഷൻ. ഉടനെ അവിടെ ഇരുന്ന് ചോദിക്കും, മാതാവ് എന്നെ ചമ്മിച്ച, നീ പറഞ്ഞു കേട്ടല്ലോ ഞാൻ വന്നത്. അപ്പോഴ് അവൾ തിരിച്ചടക്കുമ്പോൾ മാനേജർ തിരിച്ച് വിളിച്ചിട്ട് മാതാവ് പറഞ്ഞ പോലെ പട്ടയം എടുത്ത് കൈ കൊടുക്കും. ഈ സാക്ഷ്യം ഇങ്ങനെ ഇതിന് പൊക്കുന്ന രസമാണ് ഇതിന്. നിങ്ങൾ ഇന്ന് ഇടുന്നുണ്ടത് നോക്കിയേക്കണേ. അതായത് എന്ത് സംഭവിച്ചാൽ നമ്മൾ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഈ പട്ടയം മേടിച്ച് വീട്ടിൽ ചെല്ലും. വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഇവിടെ ഒന്ന് ഇതുപോലെ നിങ്ങളപ്പോൾ ഇരുന്ന് ഉടമ്പടി കൂടുമ്പോൾ ആരാധന സമയത്ത് അച്ഛനൊരു ദർശനം, ഞാനൊരു ദർശനം പറയും. എന്താ പറയണത്? ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല തൊലിക്കട്ടി ആയതുകൊണ്ടാണ് ഇതൊക്കെ ഞാൻ പറയണത്. കർത്താവ് എൻ്റെ മനസ്സിൽ തോന്നിച്ചാൽ ആ സമയത്ത് അത് പറയണ സമയത്ത് ചെയ്തിരിക്കും. പിന്നെ വന്നത് പോലെ ഞാൻ തെറ്റൊന്നും ചെയ്യത്തില്ലല്ലോ. അപ്പം മാതാവ് അല്ലെങ്കിൽ ഈശോ തോന്നിക്കണല്ലേ ചെയ്യണത്. അല്ലെ മറ്റുള്ള അച്ഛന്മാരെന്നെ കളിയാക്കുക, മറ്റുള്ളവരെന്നെ ട്രോളുക, അത് ഞാൻ നോക്കത്തില്ല. ഞാൻ എന്താ പറഞ്ഞത്? അതായത് 126-55 ഫോൺ നമ്പറുള്ളവർ സൂക്ഷിക്കുക. ഇത് വല്ലൊരു ആൾക്കാരെ കിട്ടിയ വല്ലവരും പറയത്തില്ല, ചുമ്മാ തോന്നിയായിരിക്കും എന്ന് വിചാരിക്കും. പക്ഷേ എനിക്ക് ഡിസൈൻമെൻറ്റിൽ അത് കർത്താവിൻ്റെ മെസ്സേജാണെന്ന് തോന്നി. 126-55. അപ്പോഴേ ഇതിൻ്റെ തിരുന്ന് ഈ നമ്മൾ പറഞ്ഞ പുഷ്പ ഇതിൻ്റെ തിരിപ്പുണ്ടായിരുന്നു. പുഷ്പ പറയും, ഇത് എൻ്റെ ഫോൺ നമ്പറാണല്ലോ. ആ വിഷയം കമ്മ്യൂണിക്കേഷൻ ഫോൺ കണ്ടില്ല, കവനൻ്റെ കമ്മ്യൂണിക്കേഷൻ. ഈ 126-ലാണ് എൻ്റെ നമ്പർ അവസാനിക്കണത്. എൻ്റെ ചേട്ടൻ്റെ നമ്പർ അവസാനിക്കുന്നത് 55-ലാണ്. അപ്പോൾ ഇവിടെ ഇന്ന് ഭർത്താവിനോട് പറയും, ഇന്ന് കർത്താവ് കൃപാസനം ചോദിച്ച് നമ്മുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്, നമുക്കെന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട്, നല്ല കാര്യം. അപ്പോൾ 126 എൻ്റെ നമ്പരാണ്, 55 ചേട്ടായിയുടെ നമ്പരാണ്. അപ്പോൾ ഉടനെ ഷൈജു വരുമ്പോൾ ഹസ്ബൻഡിന് നമുക്ക് ലോട്ടറി അടിക്കും അല്ലേ, അതെനിക്കറിയാൻ പറ്റുന്ന പറയും. കാര്യം വേറെ മാർഗമൊന്നുമില്ല. പെര വെക്കാൻ വേണ്ടി വേറെ വീട് വെക്കാൻ വേണ്ടിയാണ്. വീട് വെക്കാനുള്ള കാരണം എന്താണെന്നറിയാമല്ലോ? വീട് വെക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവള് അടുക്കളയിൽ ഇരിക്കുമ്പോൾ മാതാവ് പറയും, ഇവിടെ ഇരുന്ന് കടുക് പൊട്ടിക്കല്ലേ, ഇപ്പം കടുക് പൊട്ടിച്ചോണ്ടിരിക്കുക, പറയിട്ടുകൊണ്ടിരിക്കുകയും, നീ അങ്ങോട്ട് ചെന്നേ ഭർത്താവിൻ്റെ അടുത്ത് ചെല്ലേ. ഉടനെ ഇവിടെ ചെല്ലുമ്പോൾ കർത്താവ് കിഴക്കോടുന്നൊക്കെ ഇരിക്കുന്ന ബാക്കിൽ പാമ്പിരിക്കണം. അവൾ ന്യൂട്ടായിട്ട് ചേട്ടനെ വിളിച്ച് എഴുന്നേപ്പിച്ച് മാറ്റിയിട്ട് പാമ്പിനെ തലിക്കൊന്നു പറയും. പിന്നെ വേറെ ഒരു ദിവസം നോക്കുമ്പോൾ പാമ്പ് വീടിൻ്റെ മുകളിൽ കുത്തിയിരിക്കണം, വലിയ പാമ്പ്. അപ്പോൾ ഇവർക്ക് കരച്ചിലാവും. കർത്താവ് ഈ പുറമ്പോക്കിൽ നിന്ന് എവിടെയെങ്കിലും പോയി ജീവിക്കേണ്ടി വരും. അടച്ചുറപ്പുള്ള വീടില്ലാത്തത് കൊണ്ടല്ലേ ഈശോ ഇങ്ങനെ വന്നു പോണത്. അപ്പോൾ വീടില്ലെന്ന് പറഞ്ഞ് ഇവിടെ ഉടമ്പടി വെച്ചിട്ടുണ്ട്. പാമ്പ് പല പ്രാവശ്യമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പാമ്പ് വരുമ്പോഴൊക്കെ ഇവൾ ഈശോയോടാണ് പറയണത്, വേറെ ആരോടും പറയത്തില്ല, വേറെ ആരും പറയാനില്ല. അതാണ് പ്രശ്നം.
അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ ഈ പാമ്പൊക്കെ കയറി ഇനി എന്ത് ചെയ്യാനാണ്, എവിടെയെങ്കിലും പോയി താമസിക്കണ്ടേ, ഇവിടെ എങ്ങനെ ജീവിച്ച കുഞ്ഞുങ്ങൾ. അപ്പോൾ ഇവളുടെ സങ്കടക്കാരെന്നല്ലേ ഇതിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ പുഷ്പയുടെ പ്രോബ്ലം വെച്ചാൽ 2-3 കുഞ്ഞുങ്ങളെ പറ്റുമുണ്ട്. ഈ കുഞ്ഞുങ്ങൾക്ക് അടുത്ത് ഉടത്തിക്കിട്ട് പാവം ഒരു രാത്രി മൊത്തം ആ കുഞ്ഞുങ്ങളെ ട്യൂബ് ലൈറ്റ് വിട്ടിട്ടിരിക്കും അവിടെ. എന്താ കാര്യം? പാമ്പ് വരുന്ന സ്ഥലമാണ് അവിടെയൊക്കെ. പാമ്പ് സമയത്ത് വരുന്നതെന്ന് അറിയത്തില്ലല്ലോ. അങ്ങനെ പറയും, എത്ര ഉറക്കവിൻ്റെ പോയിട്ടുണ്ടെന്നറിയാമോ ഈ കുഞ്ഞുങ്ങളെ വളർത്തി. പക്ഷെ എവിടെ പോകാനാണ്, ആര് കാശ് തരാനാണ്, എങ്ങനെ ജീവിക്കും? അങ്ങനെയാണ് വന്ന് ഉടമ്പടി എടുത്തിട്ട് വീടിൻ്റെ കാര്യമൊക്കെ എഴുതിയിട്ടിട്ടുണ്ട്. അപ്പോഴാണ് പാമ്പിൻ്റെ വിഷയം വീണ്ടും രൂക്ഷമാണ്. അപ്പോൾ അതിനിടയ്ക്ക് എങ്ങനെ ജീവിക്കും, എവിടെ പോവും, എങ്ങനെ വീട് വെക്കുമ്പോഴാണ് ഇന്ന് ചിന്തിക്കുന്ന മാതാവ് പറഞ്ഞത്, പട്ടയം റെഡി ആയിട്ടുണ്ട്, പോയി മേടിച്ചുകൊണ്ട് പോരാൻ പറയും. പട്ടയം മേടിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് വെക്കും. പക്ഷേ വീട് വെക്കാൻ പട്ടയം കൊണ്ട് പറ്റത്തില്ലല്ലോ. അപ്പോൾ പട്ടയം പിടിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇവിടെ 126-55 ഈ നമ്പർ ഉള്ളവർ സൂക്ഷിക്കാൻ പറയും. കർത്താവ് നിങ്ങളോട് സംസാരിക്കാറുണ്ടെന്ന് പറയും. അത് നോക്കുമ്പോൾ അവളുടെ നമ്പറാണ് 126, ചേട്ടൻ്റെ നമ്പർ 55 അവസാനിക്കുന്നത്. വീട്ടിൽ ഹസ്ബൻഡിനോട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മളെക്കുറിച്ച് കൃപാസനത്തിൽ അമ്മ സംസാരിച്ചായിരുന്നു എന്ന് പറയും. അപ്പോൾ എന്താണ് നമുക്ക് ലോട്ടറി അടിക്കുവഴി, അതറിയാൻ പാടില്ല, ഈ നമ്പറില്ല നമ്പറാണ്. ഇങ്ങനെ ഇവർ ഭർത്താവും ഭാര്യയും കൂടി എങ്ങനെ ജീവിക്കും, ഇതെന്താണ് എൻ്റെ അർത്ഥം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ ഫോൺ നമ്പർ 126 റിങ് ചെയ്യും. റിങ് ചെയ്തപ്പോൾ ഉടനെ അവിടുന്ന് പരിചയമുള്ള ആൾ വിളിക്കും. ഒരു 2 കിലോമീറ്റർ അകലെയുള്ളവർ, നിങ്ങൾ ഭാര്യയും ഭർത്താവ് ഉടനെ എൻ്റെ അടുത്ത് വരാൻ പറയും. അപ്പോൾ അവർ വിളിക്കുക, അവർ പള്ളിയിൽ എന്തോ കാര്യമൊക്കെ ചെയ്യുന്നത് നടക്കുന്ന പാർട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ്റെ സെൻറ്റ് ഓഫിന് എന്തോ ചെയ്യാനാണെന്ന് വിചാരിച്ചാൽ ഇവിടെ ഓട്ടോറിക്ഷയിൽ ഭർത്താവും ഭാര്യയും കൂടി അവിടെ ചെല്ലുമ്പോൾ ഉടനെ ആ വീട്ടുകാരൻ ഒരു 5 ലക്ഷം രൂപ എടുത്ത് കൊടുക്കും. കൊടുത്ത് ഞാൻ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ പണി തുടങ്ങുകയാണ്. എൻ്റെ മകൾ ഇപ്പോൾ 10ാം ക്ലാസ്സിലാണ്. അവളെ കല്യാണം കഴിക്കുന്ന സമയത്ത് ഈ കാശ് തിരിച്ചു തന്നാൽ മതി, അത്രയും നിങ്ങൾക്ക് മറിക്കാൻ പറ്റും, വീടിൻ്റെ പണി തുടങ്ങാൻ പറ്റും. അങ്ങനെ ഒരു സ്റ്റോറി പോണ ബുക്ക് കണ്ടില്ലേ? ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവം വിളിച്ചു പറഞ്ഞ് ഇടപെടുന്ന രീതിയിലേക്ക് പോകുന്ന ഉടമ്പടി. ഇത്രയും ഉടമ്പടിയിലുള്ള അതായത് ഈ ഉടമ്പടി നിൽക്കുന്നവർ ഇത്രയും വലിയ വിശ്വാസത്തിൻ്റെ കൊയ്യുമ്പോഴാണ് മറ്റുള്ളവരെ ശ്രദ്ധിക്കണം. ഇതിനകത്ത് നമ്മൾ ഉടമ്പടി എടുത്തിട്ട് ആരെങ്കിലും കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചു, അല്ലെങ്കിൽ ഉടമ്പടിയുടെ കാര്യങ്ങൾ പതിമുക്കാനും ചെയ്യത്തില്ല. പിന്നെ റിസൾട്ട് നോക്കിയിരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത്, ദൈവത്തെ നിങ്ങൾ പരീക്ഷിക്കുന്നതിന് മുമ്പ് ദൈവമായിട്ട് വലിയ സ്നേഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്കാകാൻ നോക്കണം. കാര്യം ഉള്ളതുപോലെ പറയണതാണ് ഇവരെല്ലാവരും. ഇപ്പം നോക്കുമ്പോൾ കെസിയായാലും ശരി, അതുപോലെ തന്നെ ഈ പുഷ്പയായാലും ശരി, അവളുടെ അവസ്ഥകൾ അവൾ തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യവും സ്നേഹവും അവർ ഉടമ്പടിയിലൂടെ ആർജിച്ചിരിക്കുകയാണ്. ഉടമ്പടി എന്ന് പറഞ്ഞാൽ അതാണ് സംഭവം. അതായത് ഇതൊരു റിലേഷനല്ല, ബൈലാറ്ററലായിട്ടുള്ള ഒരു ഉഭയകക്ഷിയല്ല, 2 കക്ഷികൾ തമ്മിലുള്ള ഒരു റിലേഷനല്ലേ. അപ്പം ദൈവം ആ റിലേഷനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് ആ ഉടമ്പടിയെ മാനിച്ചുകൊണ്ടേയിരിക്കും. അപ്പം അവരിപ്പോൾ പുതിയ വീട് വെച്ച് താമസിക്കുകയാണ്. കസ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ഇനി വീട് വെക്കാമെന്ന് വേറെ രസമുണ്ട്. ഇതിനിടയ്ക്ക് പുഷ്പ പറയവേ, കർത്താവേ എനിക്കറിയാം നീയാണ് എനിക്ക് വീട് തന്നതെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്ക് അത് കേൾക്കാൻ ഭയങ്കര സന്തോഷമാണ്. നീയാണെന്നുള്ളത് എനിക്കൊരു അടയാളം തരാൻ പറയും. ആൾക്കാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയല്ല. നമ്മുടെ വിഷയം എന്താണ്? കവനൻ്റ് അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ എന്നിട്ട് കർത്താവിനെ പറയും, നീയാണ് ഇപ്പോഴേ ഈ 5 ലക്ഷം രൂപ അങ്ങനെ കൊണ്ട് തടിയിച്ചത് എനിക്കറിയാം, അതിനെനിക്കൊരു അടയാളം തരാൻ പറയും, നീയാണ് ഉള്ളതെന്ന്. ഉടനെ ഒരു വീട് പണിയാനുള്ള ആൾക്കാരെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ വീട് പണിയാൻ തുടങ്ങുമ്പോൾ അവരിങ്ങനെ മരപ്പണി തുടങ്ങാൻ നേരത്തെ സാധനം ചിളി തെറിപ്പിക്കുന്ന പരിപാടി ഉണ്ടല്ലോ. അപ്പം അതങ്ങനെ ആ വർക്ക് ചെയ്യാൻ വേണ്ട സമയത്ത് വരുമ്പോൾ ഈ പണിക്കൻ പറയും, ഒരു നിമിഷം ഞാനൊരു വിശ്വാസ പ്രമാണം ചെയ്യാൻ ആണ് ആഗ്രഹിക്കുന്നത്, ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലട്ടെന്ന് ചോദിക്കും.
അപ്പോൾ അതൊക്കെ പഠിക്കാൻ ക്രിസ്ത്യാനി അല്ല. അതാണ് വിഷയം. വിളിച്ച ആളാണ് ഈ വിശുദ്ധ പ്രമാണം ചെല്ലട്ടെ എന്ന് ചോദിക്കുന്ന ആളാരാണ്? ഈസ് നോട്ട് എ ക്രിസ്ത്യൻ. അതൊരു അടയാളമാണ്. അതൊരു അടയാളമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെയാണ് നിന്നെക്കൊണ്ട് വീട് ചെയ്യിക്കണമെന്ന് അടയാളം ചോദിച്ചപ്പോൾ അടയാളം കൊടുക്കുന്നതാണ്. അപ്പം ദൈവത്തിൻ്റെ ഒക്കെ ഒരു രീതി എന്ന് അതായത് ഇപ്പം ഈ ദൈവത്തെക്കുറിച്ചൊക്കെ ചില ആൾക്കാർ സംസാരിക്കണില്ലേ, ദൈവം ഇല്ല എന്നൊക്കെ പറയും. അവർ ശരിക്കും പറഞ്ഞാൽ ബൈബിൾ വരെ പറയണ വിദ്യാന്മാരെന്നാ. എന്താ കാര്യം? അവർക്ക് പ്രാർത്ഥിച്ച അനുഭവമില്ലല്ലോ. അനുഭവമില്ല. അതായത് പ്രാർത്ഥിച്ചും ദൈവത്തോട് ഇടപെട്ടു അനുഭവമുള്ളവർക്ക് ആയിരക്കണക്കിന് അനുഭവങ്ങളാണ് ഉള്ളത്. അവർ ദൈവത്തിന് വേണ്ടി ജീവിക്കാനും മരിക്കാനും തയ്യാറാണ്. അപ്പം അത് എന്ത് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ ഒരു ജീവിതം ഉടമ്പടി വഴി ദൈവത്തിൻ്റെ കൂടെയുള്ള ഉഭയകക്ഷിയായിട്ടുള്ള ഒരു ജീവിതം, അത് ഒരു വിഷയത്തിൽ നിങ്ങൾ ഉറപ്പിച്ച് നിർത്തരുത്, വ്യക്തിയിലാണ് ഉറപ്പിച്ച് നിർത്തേണ്ടത്. പിടികിട്ടിയ നിങ്ങളത്തെ വിഷയം ഒരു ജോലി, അല്ലെങ്കിൽ നിങ്ങളുടെ വിദേശ യാത്ര, അല്ലെങ്കിൽ നിങ്ങളുടെ വിവാഹം, അപ്പം അത് കഴിയുമ്പോൾ നിങ്ങൾ ഉഴപ്പും. പക്ഷെ അതല്ല ഉടമ്പടി. ഉടമ്പടി എന്ന് പറയുന്നത് വ്യക്തിയാണ് നിങ്ങൾ ഉറപ്പിച്ച് നിർത്തേണ്ടത്. കാര്യം ഞാനൊരു വ്യക്തി, ദൈവം ഒരു വ്യക്തി. അതൊരു ടെമ്പററി ആയിട്ടുള്ള അറേഞ്ച്മെൻ്റ് അല്ല, നിത്യത വരെ എത്തുന്ന ഒരു ബന്ധമാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിലെ നിത്യത വരെ എത്തുന്ന വലിയ സ്നേഹബന്ധമായ ഉടമ്പടി ജീവിക്കാൻ അവസരം തന്നതിന് നന്ദി പറയുന്ന ഉടമ്പടിയിൽ വളരുവാൻ എന്നെ സഹായിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഉടനടി പരിഹാരമേകും ഉടമ്പടി പ്രാർത്ഥനയിൽ ഉടനടി പരിഹാരമേകും അവൻ പറയുന്നത് ജീവിതം എൻ്റെ പ്രിയപ്പെട്ടവരെ, രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നിങ്ങൾ ഉടമ്പടി ചെയ്യുന്ന വിഷയങ്ങൾ ഓൺലൈനിലുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഉടമ്പടി ചെയ്ത വിഷയങ്ങൾ ഇപ്പോൾ ഓർക്കുക. നിങ്ങൾ എപ്പോൾ ഈ ധ്യാനം കൂടിയാലും ധ്യാനത്തിലേക്ക് വരുമ്പോൾ തന്നെ ചെയ്യേണ്ട കാര്യം അത് ഷെയർ ചെയ്യണം. നിങ്ങൾ സാക്ഷ്യം കേൾക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ആദ്യം ഷെയർ ചെയ്തിട്ട് വേണം സാക്ഷ്യം കേൾക്കാൻ. എന്നിട്ട് പ്രാർത്ഥിക്കണം, കർത്താവേ, ഞാനീ ഷെയർ ചെയ്യുന്ന സാക്ഷ്യം അനേകം മക്കൾ കേട്ട് അവർ നിൻ്റെ കൃപയിൽ ജീവിക്കാൻ, വിശുദ്ധി ജീവിക്കാൻ, വിശ്വാസത്തിൽ ജീവിക്കുവാൻ അവരെ സഹായിക്കണമേ. എന്നെ സുവിശേഷത്തിൻ്റെ ഉപകരണമാക്കണമേ, യേശു കൈമാറ്റത്തിൻ്റെ ഉപകരണമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഏറ്റുപറയുവാനുള്ള അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ, ഞങ്ങളെ സാക്ഷികളാക്കി മാറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ രോഗങ്ങളെയും അതുപോലെ ജീവിത പ്രശ്നങ്ങളെയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലാണ് ഈശോയ്ക്ക് സമർപ്പിക്കുന്നത്. കൃപാസ്ഥാനത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലാണ് ഈശോയ്ക്ക് സമർപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിന് ദൈവിക തീരുമാനം ഉണ്ടാകേണ്ടത് ദൈവത്തിൻ്റെ കൂടി ഒരു ആവശ്യമാണ്. അമ്മ അത് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ വഹിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ പ്രത്യാശയോടെ അല്ല, ഉപരി ദൈവസ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥനയിലേക്ക് വരാം. എല്ലാവരും ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ,
ഹല്ലേലൂയ 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 നല്ലവനായ ഈശോയെ, ഒന്നും അസാധ്യമല്ലാത്തവൻ ഈശോ എല്ലാം സാധ്യമാണ്. ഈശോ നിനക്ക് സ്വസ്ഥവും നിനക്ക് സ്തുതിയും, നിനക്ക് ബഹുമാനവും നിനക്ക് ആരാധന. കർത്താവ് നിന്റെ വിശുദ്ധമായ വലതുകരം, തിരുമറുവാർന്ന അത്ഭുതകരം അങ്ങയുടെ മക്കളുടെ ശിരസിൽ വെക്കുന്ന പ്രാർത്ഥന അടുത്ത ബന്ധങ്ങളിലും അംശപച്ചുകളിലും ഞരമ്പുകളിലും ശരീരകോശങ്ങളിലും രക്തം പടരട്ടെ. എല്ലാ കോശങ്ങളിലും, എല്ലാ പേശികളിലും, എല്ലാ അസ്ഥികളിലും, അസ്ഥിക്കുടകളിലും, തലച്ചോറിലും, ശരീരഞരമ്പുകളിലും, രക്തഞരമ്പുകളിലും, ശരീരകോശങ്ങളിലും, ഹൃദയ ഞരമ്പുകളിലും, കരളിലും, ഗർഭാശയത്തിലും, ഉദരാശയത്തിലും, കർത്താവെ ഇഷ്ടമുള്ള സ്ഥലങ്ങളിലും, കർത്താവെ പീരീഡ്സ് കറക്റ്റാകാത്തവരും, രക്തസ്രാവം നിൽക്കാത്തവരെ സ്പർശിക്കണമേ. മാനസിക അസ്വസ്ഥതകളെ സ്പർശിക്കണമേ. കർത്താവ് എപ്പിലെപ്സി രോഗികളെ സ്പർശിക്കണമേ. അവസ്മ രോഗികളെ സ്പർശിക്കണമേ. ഓട്ടിസം രോഗികളെ സ്പർശിക്കണമേ. ദൈവത്തിന്റെ കരുണ ചൊരിയട്ടെ. ദൈവത്തിന്റെ കരുണ ചൊരിയട്ടെ. കുടുംബങ്ങളിൽ തകർച്ചയുള്ളവരും, വിശ്വാസം കുറഞ്ഞുള്ളവരും, സംശയം കൂടിയവരും, ഉടമ്പടിക്കെതിരെ അനുഭവമില്ലാത്തവരും, ഉടമ്പടി ഉടപ്പിയിട്ടുള്ളവരും, കർത്താവിനെ ഉടമ്പടി പരീക്ഷ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വിമുഖതയുള്ളവരും എല്ലാവരുടെയും ദൈവസഹം നിറക്കണമേ. കർത്താവിന്റെ കരുണ, മാർഗരോഗങ്ങൾ, തിരാവേദികൾ, ദുരിതങ്ങൾ യേശുവിന്റെ നാമത്തിൽ, മാർഗരോഗങ്ങൾ, തിരാവേദികൾ, രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ, വാദരോഗങ്ങൾ, വിസർപ്പരോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവേ, 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 നിന്റെ വിശുദ്ധമായ രക്തത്താൽ, നിന്റെ വിശുദ്ധമായ രക്തത്താൽ ഉച്ച മുതല് ഉള്ളംകാലം വരെ എല്ലാ പേശികളിലും, ഞരമ്പുകളിലും, കോശങ്ങളിലും, നട്ടലുകളിലും, തെറിച്ചുപോയ, തെന്നിപ്പോയ കശേരികളിലും, കരളിലും കർത്താവിന്റെ രക്തം പടരട്ടെ. കർത്താവിന്റെ രക്തം പടരട്ടെ. കർത്താവിന്റെ രക്തം പടരട്ടെ. നരവിച്ച കോശങ്ങള്, മുഴയുള്ള കോശങ്ങള്, ശിസ്തുള്ള കോശങ്ങള്, കർത്താവ് മുന്തിരിക്കോലമുള്ള അസുഖങ്ങള്, കുടലിന്റെ അസുഖങ്ങള്, തൈറോയ്ഡ് രോഗികൾ, ഷുഗർ രോഗികൾ, കൊളസ്ട്രോൾ രോഗികൾ, തൈറോയ്ഡ് രോഗികൾ, എപ്പിലെപ്സി രോഗികൾ, കർത്താവ് ഓട്ടിസം രോഗികൾ അങ്ങ് സ്പർശിക്കണമേ. ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ ശക്തി, കൈവക്കാൻ പറ്റാത്തവർ, അത് നടക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങള്, ഗർഭത്തിൽ കുഴപ്പമുള്ള കുഞ്ഞുങ്ങള്, പ്രസവത്തിൽ ചില കുഴപ്പമുള്ള കുഞ്ഞുങ്ങള്, നടക്കാത്ത കുഞ്ഞുങ്ങള്, സംസാരിക്കാത്ത കുഞ്ഞുങ്ങള്, കേൾക്കാത്ത കുഞ്ഞുങ്ങള്, കാണാത്ത കുഞ്ഞുങ്ങള്, ചെവി കേൾക്കാൻ പറ്റാത്തവർ യേശുവിനെ സ്പർശിക്കട്ടെ. അവിടെ ചെവികളിൽ കർത്താവ് സ്പർശിക്കട്ടെ. അവിടെ തൊണ്ടയിൽ കർത്താവ് സ്പർശിക്കട്ടെ. അടിപ്പിണർ പോലെ വൈദ്യുത ആഘാതം പോലെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യങ്ങൾ നമ്മൾ സംഭവിക്കട്ടെ. അടിപ്പിണർ പോലെ, പൈതാഘാതം പോലെ പിതാവിന്റെ മധ്യസ്ഥതയിൽ, പിതാവിന്റെ നാമത്തിന്, യേശു ക്രിസ്തുവിന്റെ മധ്യസ്ഥതയിൽ, യേശുവിന്റെ നാമത്തില് അടയാളങ്ങൾ സംഭവിക്കട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. മാരക രോഗങ്ങള്, തീരാവേദികള്, ദുരിതങ്ങള് മാറിപ്പോകട്ടെ. പല്ലിന്റെ വേദന, തൊണ്ടയുടെ അസുഖങ്ങള്, ശ്വാസകോശ രോഗങ്ങള്, ഗർഭാശയ രോഗങ്ങള്, മക്കളില്ലാത്തവര് കർത്താവ് സ്പർശിക്കട്ടെ. പുരന്തരത്തെ സ്പർശിക്കട്ടെ. വിവാഹം ഒത്തുവരാത്തവര്, ജോലി ഇല്ലാത്തവര്, ജോലിക്ക് പോകാൻ കഷ്ടപ്പെടുന്നവര്, നഷ്ടം തിരിയുന്നവര്, തിരിച്ചു പോകാൻ പറ്റാത്തവരെ എല്ലാവരും സ്പർശിക്കണമേ. ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ അഭിഷേകം എല്ലാവർക്കും ലഭിക്കട്ടെ. യേശുവിന്റെ നാമത്തില് മാരക രോഗങ്ങള്, തീരാ ദുരിതങ്ങള്, ജീവിത തടസ്സങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 സൗഖ്യം നൽകണമേ. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി, ഉടമ്പടി വ്യക്തിക്കുന്ന വിഷയങ്ങൾക്ക് വേണ്ടി മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ദിവ്യകാരുണ്യനാഥന് സമർപ്പിക്കുക.
സമാപന ആശീർവാദത്തിനായിട്ട് ശിരസ്തംഭിക്കുക. കർത്താവേ, ഉടമ്പടി പ്രാർത്ഥനയിലെ പ്രവർത്തനങ്ങളിലൂടെ സ്നേഹം വർദ്ധിപ്പിച്ച്, സ്വാതന്ത്ര്യം വർദ്ധിപ്പിച്ച്, ദൈവമക്കളുടെ സ്വാതന്ത്ര്യം അനുഭവിച്ച്, അങ്ങയോട് മോശയോടെന്ന പോലെ മുഖാമുഖം സംസാരിച്ചതുപോലെ അങ്ങയോട് സംസാരിക്കുവാൻ, അങ്ങ് പറയുന്ന കാര്യങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ മനസ്സിലാക്കുകയും ഞങ്ങളുടെ മനസ്സിലൂടെ അങ്ങ് പറയുന്ന സംസാരവും സംഭാഷണവും ഗ്രഹിക്കുവാൻ തക്കവിധം ദൈവസ്നേഹമുള്ളവരായി ഞങ്ങൾ ഓരോരുത്തരെയും മാറ്റണമേ എന്നും അഭിഷേകം ചെയ്യണമേ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവമേ, അങ്ങയുടെ ആശീർവാദത്തിന് മുൻപിൽ ഞങ്ങൾ ശിരസ് നമിക്കുന്നു. ഞങ്ങളെ ആശീർവദിച്ച് അഭിഷേകം ചെയ്യണമേ, അങ്ങയുടെ ദൈവസ്നേഹത്താൽ നിറയുന്നവരാക്കി മാറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ആവേ ആവേ Maria.